കല്യാണിക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി വന്നിട്ട് കണ്ണൻകുട്ടിക്ക് കുറച്ച് ടോയ്സൊക്കെ കളിക്കാൻ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ കുറച്ച് നേരം കളിക്കുന്ന സമയമാണ് അവൻ്റെ. അപ്പോൾ അവനിപ്പോൾ ഹാളിൽ കിടക്കാൻ ഇഷ്ടമില്ല, വേറെ ഒന്നും കൊണ്ടല്ലാന്ന് തോന്നുന്നു അവന് ഹാളിൽ കിടക്കാൻ ഇഷ്ടമില്ലാത്തത്. അവന് ടോയ്സൊക്കെ എടുത്ത് വേണം കളിക്കാനും പിടിക്കാനൊക്കെ. നമ്മുടെ ഹാളിലത്തെ കട്ടിലെന്ന് പറയുന്നത് ചെറുതാണല്ലോ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനെന്ന് അങ്ങനെയൊന്നുള്ള സ്ഥലമില്ലല്ലോ. അപ്പോൾ അവനെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു റൂമിൽ കിടക്കാൻ ഇഷ്ടം. ആളിപ്പോൾ റൂമിൽ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി നിരങ്ങിയൊക്കെ പോയി ടോയ്സൊക്കെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കുറേയൊക്കെ നിലത്തുനിന്നൊക്കെ ഞാൻ പറക്കിയെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവനവിടെ കിടത്തിയിട്ടേ നമ്മളിപ്പോൾ ഈ ഒരു സ്പേസ് ഞാൻ അവിടെ കൃഷ്ണൻ്റെ ആ വിഗ്രഹം അതൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സ്റ്റെയർ കേസിൻ്റെ അടിയിൽ അങ്ങനെ വിഗ്രഹമൊന്നും വെക്കണ്ട, നമ്മങ്ങനെ ചവിട്ടി വരുന്ന അതല്ലേ. പക്ഷെ നമുക്ക് വേറൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ലാപ്ടോപ്പിൻ്റെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു ലാപ്ടോപ്പിൻ്റെ ടേബിൾ ഉണ്ട് റൂമിൽ. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു ടേബിളിലേക്ക് ഇതൊക്കെ മാറ്റിയിട്ട് അതവിടെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിക്കാനും തുടയ്ക്കാനൊക്കെ നിന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് പിന്നെ ആദ്യം പൊടിയൊക്കെ ആവും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടിക്കലും തുടയ്ക്കലും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടിയുടെ അടുത്ത് വന്നിട്ട് കണ്ണൻകുട്ടിയുടെ ടോമിക്ക് ചെറിയൊരു അസുഖം മിണ്ടുന്നില്ല, ബാറ്ററി ഇനി വേറെ വാങ്ങിയിട്ട് കൊടുക്കണം. അപ്പോൾ കണ്ണൻകുട്ടിയുടെ മുഖം അത്ര സുഖമില്ല കേട്ടോ ടോമി മിണ്ടാത്തത് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്തായാലും അച്ഛനെ കൊണ്ട് ടോമിക്കുള്ള മരുന്നൊക്കെ മേടിപ്പിക്കുക കേട്ടോ. ടോമിയുടെ മരുന്ന് എന്ന് പറയുന്നത് ബാറ്ററിയാണ് കേട്ടോ. ബാറ്ററി ഇട്ടാലാണല്ലോ ടോമി വർത്താനം പറയുള്ളൂ. അപ്പോൾ ഇന്നാൾ ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മാല ബൾബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അത് നമ്മൾ കട്ടിലിൽ കിടക്കുമ്പോൾ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുള്ളൂ കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ കാണാനുള്ളൊരു വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നി അത് അവിടെ ഒരു സുഖമില്ല, ആകെ ചറപറാന്ന് ഇങ്ങനെ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കുറേ ഫോട്ടോസ് ഇങ്ങനെ ചുമരിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് കയറി ഇങ്ങനെ നിൽക്കാനിട്ട്. അപ്പോൾ കണ്ണൻകുട്ടീനെ ഞാൻ റൂമിൽ നിന്ന് കൊണ്ടുവന്ന് ഹാളിൽ ആദ്യം കെടുത്തി നോക്കി. അപ്പോൾ അവന് വാശിയായി, അവനത് കാണണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അവൻ്റെ റൂമിൽ തന്നെ കെടുത്തിട്ട് കട്ടിലുമ്പോൾ കയറി നിന്നിട്ടാണ് ഈ സർക്കസ് മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്. അത് കഴിഞ്ഞ് വേഗം അവന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ അങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ കണ്ണൻകുട്ടിയുടെ അടുത്തിരുന്നുള്ള വർത്താനങ്ങളും പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്തു കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കായിരുന്നു ഹാളിൽ വന്നിരുന്നപ്പോഴും ഇവിടെ എന്തോ അമ്മ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, കാരണം എന്താണെന്ന് മനസ്സിലായോ എന്ന്. ആൾക്ക് അറിയാതിരിക്കുമോ കൃഷ്ണൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അവൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോൾ ചോദിച്ചാലും കാണിച്ചു തരും കേട്ടോ. കണ്ണൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കാണിച്ചു തരും. അപ്പം എന്നോട് പറയാം അവിടെയാണ് അമ്മ അതൊക്കെ എന്നൊക്കെ എനിക്ക് കാണിച്ചു തരായിരുന്നു.